ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നുണ്ട്, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൻ്റെ മോൾ വശം അടിച്ചു വരാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു സാധനം കിട്ടി. ഇതെൻ്റെ പഴയ ഫോണിൻ്റെ പഴയ കേസാണ്, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തുള്ള കേസാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു സ്റ്റോറി ഓർമ്മ വന്നു. പണ്ട് നമ്മളെ കോളേജിലെ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ ഒരു കോൺവെൻറ്റാണ്. അവിടെ നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല. ആകെ സാറ്റർഡേ മാത്രം 1 hour ഫോൺ കിട്ടും. അതിൽ നമുക്ക് വീട്ടിലേക്ക് വിളിക്കാം, പിന്നെ വേറെ ആരെയും വിളിക്കണമെങ്കിൽ വിളിക്കാം, അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ ഫോണ് വേണം, സിനിമ കാണണം, കുഞ്ഞു പിള്ളേരല്ലേ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത്, ഒരു ഫോൺ സ്പെയർ കയ്യിൽ വെച്ച്, അത് എൻ്റെ ഫോൺ. എന്നിട്ട് ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഈ കേസിൽ വെച്ചിട്ട് നമ്മൾ താഴെ സബ്മിറ്റ് ചെയ്യും. പാവ സിസ്റ്റർമാരതൊന്നും നോക്കൂല, നമ്മളൊക്കെ ഫോൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ സബ്മിറ്റ് ചെയ്ത് രാത്രി അടുത്ത വീട്ടിലെ വൈഫൈ ഊറ്റും. അതിൻ്റെ എന്തോ 1 2 3 4 5 6 7 8 9 ആയിരുന്നു അതിൻ്റെ പാസ്വേഡ്. അപ്പം അത് എടുത്തിട്ട് നമ്മൾ ടെലഗ്രാമിൽ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് ദിവസവും രാത്രി സിനിമ കാണും. അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു ചൊവ്വാഴ്ച എന്തോ ആണ്, ഞങ്ങൾ കോളേജൊക്കെ വിട്ട് വന്ന് റൂമിലിങ്ങനെ ഇരിക്കുക, ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അന്നപ്പോൾ ഞങ്ങളുടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഷർട്ട് കോട്ട് പാൻറ്റാണ്. ഞാൻ കോട്ട് കീറി വെച്ചിട്ട് ഷർട്ടും പാൻറ്റും ഇട്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ കോശി എന്ന് പറഞ്ഞ വെച്ചിട്ട് അവളുടെ കയ്യിലും ഫോണുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ അടുത്ത് മാത്രമേ ഫോണുള്ളൂ എന്ന്. അപ്പം പെട്ടെന്ന് സിസ്റ്റർ കയറി വന്നപ്പോൾ ഞങ്ങൾ മുന്നേ റിപ്പോർട്ട് കിട്ടി, സിസ്റ്റർ വരുന്നുണ്ട്, മുകളിലേക്ക് കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം എൻ്റെ പില്ലോ കേസിൻ്റെ ഉള്ളിൽ ഫോൺ ഇട്ടിട്ട് അത് അവിടെ വെച്ചിട്ട് ഞാൻ ചുമ്മാ കട്ടിലിരുന്നു. കോശി എന്താ ഫോൺ ചെയ്തതെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി കയറി വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് അവിടുത്തെ ബാക്കി പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞാൽ നാളെ കുർബാനയുണ്ട്, ചാപ്പലിൽ വരണം, എന്തായാലും മിസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കേട്ട് തലയൊക്കെ ആട്ടി ഇങ്ങനെ ഇരുന്ന്. അപ്പം പുള്ളിക്കാരി എന്നെ നോക്കി. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ കട്ടുമ്പോഴിരിക്കുന്നത് കണ്ടാൽ പുള്ളിക്കാരത്തേക്ക് സംശയമാവില്ല വെച്ചിട്ട് ഞാൻ എൻ്റെ ഊരിയിട്ട കോട്ടില്ലേ, ആ കോട്ട് മെല്ലെ കട്ടുമെന്നെടുത്ത് ഇങ്ങനെ മടക്കി. അങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ കോട്ടിൻ്റെ അടിയിലായിരുന്നു കോശിയുടെ ഫോൺ ഒളിപ്പിച്ചത്. പെട്ട് പുള്ളിക്കാരി പിടിച്ച്. അയ്യോ അങ്ങനെ ദൈവമേ. പിന്നെ വീട്ടിലേക്ക് വിളിക്കലായി, കോളേജിൽ പറയലായി.